തന്നെയും കുട്ടികളെയും കഷ്ടപ്പെടുത്തുന്ന ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഏട്ടാ. കുട്ടികളാ ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. ജനിച്ചപ്പോ തൊട്ട് ഒരുപാട് സൗകര്യങ്ങളോടെ വളർന്നവരാ. പതിയെ പതിയെ ഈ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. ഏട്ടൻ വെറുതെ വിഷമിക്കണ്ട. ഇല്ലടോ, കുട്ടികൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കൊടുക്കണം. നമ്മൾ കഷ്ടപ്പെടുന്നു എന്ന് വെച്ച് അവരുടെ ഇഷ്ടങ്ങളെ കണ്ടില്ലെന്ന് അടിക്കരുത്. നാളെ തന്നെ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഏട്ടൻ എന്തിനാ ജോലിക്കൊക്കെ പോകുന്നേ? പിന്നെ നമുക്ക് കാശ് വേണ്ടേ? ഇവന്റ് ചെയ്യണം. എന്തിനാണെങ്കിലും പണം വേണമല്ലോ. ഏട്ടൻ വിചാരിക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഏട്ടന്റെ കയ്യിൽ. എനിക്ക് ഏട്ടന്റെ സാമർത്ഥ്യത്തിലും ഏട്ടന്റെ ബുദ്ധിയിലും പേരിലും പ്രശസ്തിയിലും വിശ്വാസമുണ്ട് ഏട്ടാ. എല്ലാം ഏട്ടനെ അന്വേഷിച്ച് ഏട്ടന്റെ അടുത്തേക്ക് തന്നെ വരും. വീടിനുള്ളിലെ ഫാന് വർക്കാവുന്നില്ല ഏട്ടാ. അതാ ഞാൻ കുട്ടികളെ പുറത്ത് കിടത്തിയത്. ഇവിടെ കൊതുവിന്റെ ശല്യം കൂടുതലാണെന്ന് തോന്നുന്നു. ഡോണ്ട് വറി, ഞാൻ പോയി മോസ്കിറ്റോ കോയിൽ വാങ്ങിയിട്ട് വരാം. വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയാൻ
പാത്രം യൂണിഫോമിന് മുകളിൽ വെച്ച് ഫോൾഡ് ചെയ്ത് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചാ അത് അയൺ ചെയ്തതുപോലെ ആകും അച്ഛാ. വാവ് ഉണ്ണി, ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ നിനക്ക് എങ്ങനെ അറിയാം? അമ്മയാ പറഞ്ഞു തന്നത്. താനുണ്ണിയെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ ആയിരുന്നാലും അതെല്ലാം ഓർമ്മിച്ച് വെച്ചിട്ട് ഇപ്പൊ ഈ ജോലികളെല്ലാം ചെയ്യുന്ന കണ്ടില്ലേ? അത് അതിലും ഗ്രേറ്റ് ആണ്. ഗുഡ് ജോബ് മോനെ. നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നത് അത് അത്ര വലിയ കാര്യമാണോ അച്ഛാ? കറക്റ്റ്. അമ്മേ, ലഞ്ച് ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ. ഇനി പോയി റെസ്റ്റ് എടുക്ക്. അധികം സ്ട്രെയിൻ ചെയ്യല്ലേ. ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരാവേ. നിങ്ങൾ എങ്ങനെ പോകും? അടുത്തല്ലേ അമ്മേ, ഞങ്ങൾ നടന്നു പൊക്കോളാം. വേണ്ട ഉണ്ണി, നിങ്ങൾക്ക് വേണ്ടി ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അച്ഛാ കാശ് കളയുന്നേ? അത്രയും ദൂരം നീ നടന്നാലും അനുവിനും കീർത്തിക്കൊന്നും നടക്കാൻ പറ്റില്ല. അവര് കുഞ്ഞു കുട്ടികളല്ലേ. പിന്നെ ഉണ്ണി എന്താ അത്ര വലിയ കുട്ടിയാണോ? കുട്ടികളെ ഞാൻ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് വരാം. വാ വാ വാ, എനിക്ക് വാ. എന്നാ ഒരു കാര്യം ചെയ്യാമേ, കുട്ടികൾ ഇപ്പൊ സ്കൂളിലുണ്ടാവും. അമ്മ സ്കൂളിൽ പോയാ കുഞ്ഞുങ്ങളെ കാണാം. ഈ കാര്യം അവര് രണ്ടുപേരും എങ്ങാനും അറിഞ്ഞാൽ? അവരെങ്ങനെ അറിയാനമ്മേ? ആരും കാണാതെ പെട്ടെന്ന് പോയിട്ട് വരൂ. അങ്ങനെ പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഒരു കുഴപ്പമില്ല അമ്മേ. അമ്മ പോയിട്ട് വരണം. തിരിച്ചു വരുമ്പോ ആരുടെ കണ്ണിലും പെടാതെ സൂക്ഷിച്ചു വന്നാ മാത്രം മതി. അമ്മ ഇതെവിടേക്കാ പോകുന്നത്? പെട്ടെന്ന് തന്നെ ഈ കാര്യം ആന്റി അറിയിക്കണം. ഭാവനെ, ഞാൻ തിരിച്ചെത്തുന്നത് വരെ ഈ കാര്യം വീട്ടിൽ ആരും അറിയാതെ നീ ശ്രദ്ധിക്കണം മോളെ. എന്താ അമ്മ ഇത്? അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വരൂ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ആന്റി ആന്റി, എന്തടി? നമ്മൾ അറിയാതെ അമ്മ എവിടെയോ പോയിട്ട് വരാന്ന് പറഞ്ഞിരിക്കുകയാണ്. എടുത്ത് എവിടെ പോവാന്ന്? അതറിയില്ല. ഭാവന എടുത്തിയും അമ്മയോട് പോയിട്ട് വരാൻ പറഞ്ഞു. ഒരുപക്ഷെ അഭിയും വസും താമസിക്കുന്ന വീട്ടിലേക്ക് പോവാനാണോ പ്ലാൻ? അമ്മയെ സീക്രട്ട് ആയിട്ട് ഫോളോ ചെയ്ത് പോയാ അതെങ്ങോട്ടാന്ന് അറിയാൻ പറ്റും.
അമ്മയെ ഫോളോ ചെയ്ത് പോകുന്നത് അമ്മ എങ്ങനും അറിഞ്ഞാ എനിക്ക് ആവശ്യമില്ലാതെ വഴക്ക് കേൾക്കേണ്ടി വരും. വഴക്ക് കിട്ടുന്നെങ്കിൽ ഈ കിഴവിക്ക് കിട്ടട്ടെ. എന്താടി? രണ്ടുപേരും എന്തിനാ പോകുന്നേ? ആന്റി മാത്രം പോയിക്കോ. എനിക്കൊരു കൂട്ടിന് നീ വാ. എന്റെ ആഭരണങ്ങളെല്ലാം വീട്ടിലിരിക്കുകയല്ലേ. നമ്മൾ രണ്ടുപേരും പുറത്തേക്ക് പോയാ ഭാവന ഏട്ടത്തേക്ക് ഡൗട്ട് ആകും. ആന്റി പോയിട്ട് വാ. അമ്മ അഥവാ അഭിയേട്ടനെ കാണാനാണ് പോയതെങ്കിൽ ആ പോയിന്റ് വെച്ച് നമുക്ക് വീട്ടില് ഭൂകമ്പം ഉണ്ടാക്കാം. ആ അതും ശരി തന്നെയാടി. ഞാൻ പോയിട്ട് വരാം, നീ ഇവിടെ തന്നെ ഇരുന്നോ. പൊക്കോ പൊക്കോ. ഈ ഏടത്തി എവിടെ പോയതായിരിക്കും? അഭിയും വസും താമസിക്കുന്ന വീട്ടിൽ പോയതായിരിക്കോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ ചേട്ടാ അച്ഛൻ ഇതുവരെ വരാത്തെ? അച്ഛൻ ചിലപ്പോ ജോലിയിലായിരിക്കും കീർത്തി. നമുക്ക് തന്നെ വീട്ടിലേക്ക് പോവാം. എങ്ങനെയാ നമ്മൾ പോകുന്നേ? നമ്മുടെ വീട് ഇവിടെന്ന് ഒരുപാട് ദൂരം ഇല്ലേ? താങ്ക് യു. അനു, കീർത്തി, ഉണ്ണി. സുഖാണോ മക്കളെ? മുത്തശ്ശിക്ക് സുഖമല്ലേ മുത്തശ്ശി? മുത്തശ്ശൻ, വല്യച്ഛൻ, വല്യമ്മ, ചെറിയമ്മ, ചെറിയച്ഛൻ, അമ്മമ്മ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഏട്ടത്തിക്കിപ്പോഴും കുട്ടികളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. ആ ഉണ്ണിയോടുള്ള ദേഷ്യം മാറിയെന്നാ തോന്നേ. നിങ്ങളെ കാണാതെ ഞങ്ങൾ എങ്ങനെ സുഖമായിട്ടിരിക്കുക? ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട് മുത്തശ്ശി. വളരെ ചെറിയ വീടാ, നമ്മള് തറയിലാ കിടക്കുന്നേ. വീട് മുഴുവൻ ഭയങ്കര ഡേർട്ടിയാ മുത്തശ്ശി. അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാന് പഴയ വീട്ടിലേക്ക് വരട്ടെ മുത്തശ്ശി? ആ വീട് കൊള്ളത്തില്ല. ഞങ്ങളെ പഴയ വീട്ടിലേക്ക് കൊണ്ടുപോ മുത്തശ്ശി. എന്താ ഇത്, അമ്മുമ്മയും വന്നിട്ടുണ്ടല്ലോ. അയ്യോ, ആ ഉണ്ണിന്ന് ഇങ്ങോട്ടെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അവൻ എന്നെ കണ്ടു കഴിഞ്ഞാ ഏട്ടത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് പണി കിട്ടുമല്ലോ. ഇനിയിപ്പ എന്താ ചെയ്യ? എങ്ങോട്ടാ ഉണ്ണി പോകുന്നത്? എന്തു പറ്റി? ഒന്നുമില്ല മുത്തശ്ശി. അധികം വൈകാതെ നിങ്ങളെ എല്ലാരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഇപ്പൊ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് പോയിക്കോളൂ. ഓക്കെ അല്ലേ? ശരി മുത്തശ്ശി. വീട്ടിലേക്ക് എങ്ങനെയാ പോകുന്നത്? അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഓട്ടോ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി, അതിലാ പോകുന്നത്. സൂക്ഷിച്ചു പോണേ മക്കളെ. നിക്ക് നിക്ക് നിക്ക്.
ആ, ഈ കാശ് വാങ്ങിയിട്ട് ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചോളൂ. വേണ്ട മുത്തശ്ശി, അച്ഛൻ ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ട്. അത് സാരമില്ല ഉണ്ണി, ഇത് വാങ്ങിക്കോളൂ. പ്ലീസ് മുത്തശ്ശി, വേണ്ട. അപ്പൊ ഞങ്ങൾ പോവാണേ. അമ്മയോട് ഒരു കാര്യം പറയണം. എന്താ ഉണ്ണി? അതുപോട്ടെ, അച്ഛൻ എവിടെ? അച്ഛാ അച്ഛാ അച്ഛാ, അച്ഛാ, അച്ഛനൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ഉണ്ണി? എന്താ മക്കളെ? ഞങ്ങളെ കാണാനായിട്ട് മുത്തശ്ശി സ്കൂളിൽ വന്നച്ചാ. സത്യാണോ? സത്യമായിട്ട് മുത്തശ്ശി വന്നു. മുത്തശ്ശിയുടെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? മുത്തശ്ശി ഒറ്റയ്ക്ക് അമ്മേ വന്നത്, വേറെ ആരും കൂടെ വന്നില്ല. എനിക്ക് തോന്നുന്നു വീട്ടിലാരോടും പറയാതെയാ ഞങ്ങളെ കാണാൻ വന്നതെന്ന്. മുത്തശ്ശി എന്താ പറഞ്ഞത്? ഞങ്ങളെ കണ്ട ഉടനെ മുത്തശ്ശി കരഞ്ഞു അമ്മേ. ഒരുപാട് വിഷമായി. മുത്തശ്ശി നമ്മളെല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നതെന്നും തറയിലാണ് കിടക്കുന്നതെന്നും മുത്തശ്ശിയോട് പറഞ്ഞു. അത് പറയാതിരുന്നാ മതിയായിരുന്നു. മുത്തശ്ശി പിന്നെ നന്നായി വിഷമിച്ചു. ഞങ്ങളെ പഴയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാമോന്ന് ചോദിച്ചു. മുത്തശ്ശി ഒന്നും പറയാതെ കരയുമായിരുന്നു. പാവം മുത്തശ്ശി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മുത്തശ്ശി വേറെന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞത്? എത്രയും വേഗം എല്ലാരും പഴയതുപോലെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞു അമ്മേ. അമ്മയെ അച്ഛനെ അന്വേഷിച്ചെന്നും പറയാൻ പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കാൻ പറയാൻ പറഞ്ഞു. ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങാനായി മുത്തശ്ശി 100 രൂപ തരാമെന്നതാ. പക്ഷെ ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. അതെ, അച്ഛൻ കാശ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ മുത്തശ്ശിയോട് കാശ് വേണ്ടാന്ന് പറഞ്ഞു. അച്ഛാ, സോറി അച്ഛാ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നത് ശരിയാണെന്ന് എനിക്കപ്പോ തോന്നിയില്ല. അതുകൊണ്ടാ ഞാൻ വാങ്ങാതിരുന്നത്. ഇല്ല ഉണ്ണി, നീ ചെയ്തത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അപ്പൂപ്പനും അമ്മമ്മയ്ക്കും കൊടുക്കുന്നതിന് പകരം അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരിക്കലും കാശ് വാങ്ങിക്കാൻ പാടില്ല. പോയി ഫ്രഷ് ആയിട്ട് വരൂ. സ്നാക്സും പാലും ഒക്കെ കുടിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങാം.